ഇന്ന് നമ്മളെ MJXന്റെ H12Y+ ആണ് കേട്ടോ. 1/12 സ്കെയിലിൽ വരുന്ന ഒരു കിട്ടിലോം പോലത്തെ ക്രൗളർ. നമ്മൾ ഇതിനു മുമ്പ് H12Y റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ചോദിച്ചതാണ് H12Y+ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം തൊട്ട് ഞാനും വെയിറ്റിംഗ് ആണ് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട്. മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 1/12 സ്കെയിലിൽ വരുന്ന ഒരു കിട്ടിലോം പോലത്തെ ക്രൗളർ. നമ്മളെ വണ്ടി നോക്കുകയാണെങ്കിൽ മഞ്ഞ കളറിലാട്ടോ വന്നില്ലേ. ഇതിന്റെ വേറെ വെള്ള കളറും കാര്യങ്ങളിലും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മളെ എമ്മിൽ വന്നിട്ടുള്ളത് മഞ്ഞ കളർ. മഞ്ഞ കളറിൽ ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, വിഷ്വൽ ലുക്ക്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്രൂസ് ചെയ്ത് നോക്കേണ്ടതാണ്, നമ്മൾ വെച്ചിട്ടില്ല. ഈ ബമ്പറിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ കുറെ തുളയും കാര്യങ്ങളും കാണാൻ പറ്റും. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ബിഞ്ചും കാര്യങ്ങളും ആഡ് ചെയ്യാം എക്സ്ട്രാ. പിന്നെ നേരെ മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ബോണറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സർവോ മോട്ടർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ബോണറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഓടിച്ചാൽ മതി. ഇത് തുറക്കാൻ പറ്റും. നമ്മളെ പഴയ ജീപ്പിന്റെ എല്ലാം പോലത്തെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബോണറ്റിന്റെ മുകളിൽ അത്യാവശ്യം നല്ല ടെക്സ്ചറും പരിപാടിയെല്ലാം കൊടുത്തിട്ടുണ്ട്, സിൽവർ പോലത്തെ. പിന്നെയും കുറച്ച് ബാക്കോട്ട് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ഫ്രെയിമിന്റെ അകത്ത് ചില്ലില്ലാത്ത ഒരു വിൻഷീൽഡ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ, അടിപൊളി. പിന്നെ മുകളിൽ റൂഫ് മെറ്റലാട്ടാ. ഇതിൻ്റെ അകത്തുള്ള ബാക്കി സാധനങ്ങൾ ഇത് ആക്ച്വലി മെറ്റലാണെന്നോ പ്ലാസ്റ്റിക് ആണെന്നോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കി റൂഫും പരിപാടിയുള്ള മെറ്റലാണ്, സൈഡും ബാക്കി പരിപാടിയുള്ള പ്ലാസ്റ്റിക്. പക്ഷെ പ്ലാസ്റ്റിക് ആണെന്ന് നിങ്ങൾക്ക് തോന്നൂല. ഇത് മെറ്റലാണെന്നോ പ്ലാസ്റ്റിക് ആണെന്നോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. സൈഡ് വ്യൂ മിറർ ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മളെ മിററിൻ്റെ അകത്ത് കണ്ണാടി ഉണ്ട് കേട്ടാ, പക്ഷെ നമ്മൾ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രമേ കൊടുത്തുള്ളൂ. അതും ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. ഈ ഫോൾഡ് ചെയ്യുന്ന മിററിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഉരുണ്ടങ്ങ് വീഴുകയാണെങ്കിൽ കണ്ടാ വണ്ടി ഇങ്ങനെ ഉരുണ്ടങ്ങ് വീഴുന്നാണെങ്കിൽ ആദ്യം മിറർ കൊണ്ടേ അടിക്കും. അന്നേരം മിറർ പൊട്ടൂല, ഉള്ളിലേക്ക് പോയി നിൽക്കും. അത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്. 2 സീറ്റ്, കപ്പ് ഹോൾഡർ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്റ്റിയറിംഗ് വീല്, ഇങ്ങനെയുള്ള പരിപാടികൾ തേച്ചും വന്നിട്ടുണ്ട് ഉള്ളിൽ. ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്റ്റിയറിംഗ് വീലും സീറ്റും തമ്മിൽ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഇല്ല ആക്ച്വലി. പിന്നെയും ബാക്കോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ റിസീവർ നമ്മളെ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ സാധനങ്ങളിൽ ഇട്ട് വെക്കുന്ന പെട്ടി പോലെ ബാക്കിൽ നമ്മളെ റിസീവറും അതിന്റെ ആന്റിനിയും കാണാൻ പറ്റും. പിന്നെ ഒരു സ്റ്റെപ്പിന് ടയർ കൊടുത്തിട്ട് അടിപൊളി. നമ്മളെ സൈഡിൽ ഡോർ ഹാൻഡിലും പരിപാടികളിലുണ്ട്, പക്ഷെ ഡോർ തുറക്കാൻ പറ്റില്ല. പിന്നെ അടിപൊളി റോൾ കേജ് വന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കിടിലം പോലത്തെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും ബാക്കിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഇതിനകത്ത് സ്ക്രൂവിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു ദേഷ്യം പിടിച്ച പോലത്തെ മുഖമാണ്. അതുപോലത്തെ നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായ ഇൻഡിക്കേറ്ററും പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ടയർ നല്ല അടിപൊളി വീതിയുള്ള കിടിലം പോലത്തെ ഫോം ടയേഴ്സ് വന്നിട്ടുണ്ട്. ഫോം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളില്. പിന്നെ നമ്മളെ വണ്ടി ഓപ്പൺ ചെയ്യാൻ MJXന്റെ H12Y+, H12P എല്ലാത്തിൻ്റെ അകത്തും ഓപ്പൺ ചെയ്യാൻ എന്താ ഇങ്ങനെ അങ്ങ് തുറന്നാൽ മതി. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ H12Yന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് തോന്നൂല. കാരണം 3 വണ്ടിയും H12Y, H12Y+, H12P, അതായത് ഈ ബ്രോങ്കോ എല്ലാം ഒരേ ടൈപ്പ് ഫ്രെയിമിലാണ് വരുന്നത്. ആകെ ഈ കമ്പോണൻസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബോണറ്റിൻ്റെ ഉള്ളിലൂടെ കണ്ട 20 kg സർവ്വ നമുക്ക് ഇടുന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ കാണാം. പിന്നെ 4 സസ്പെൻഷനും ഓയിൽ ഫീൽഡ് സസ്പെൻഷനായിട്ടാ. നല്ല അടിപൊളി കിടിലം പോലത്തെ സസ്പെൻഷൻ. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ വണ്ടിന്റെ മെയിൻ സാധനം, ബ്രഷ്ലെസ് FOC സെൻസേർഡ് മോട്ടർ കേട്ടാ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസേർഡ് ESC വന്നിട്ടുണ്ട്. ഈ ESCന്റെ അകത്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ട് സ്പീഡ്, ട്രാക്ക് ബ്രേക്കിന്റെ പവർ, സ്പീഡിന്റെ പവർ, അതുപോലെ എന്താ പറയുക റിവേഴ്സിന്റെ സ്പീഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ഡ്യൂക്ക് ചെയ്യാം ഫോൺ നോക്കിയിട്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റിസീവർ ഇവിടെ പിന്നെയും കാണാൻ പറ്റും. പിന്നെ വണ്ടീൻ്റെ അകത്ത് വാങ്ങുമ്പോൾ തന്നെ 2000 mAh 2S ബാറ്ററി വന്നിട്ടുണ്ട് കേട്ടോ, MJXന്റെ തന്നെ. പിന്നെ ഒരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സ്ട്രാപ്പും ഈ റിസീവർ ഇവർ കൊടുത്തതൊരു വല്ലാതൊരു സ്ഥലത്തായിട്ടാ. ബിക്കോസ് ഈ വണ്ടിയുടെ റിസീവർ ഇവിടെ നിന്ന് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ബാറ്ററി ഇടും. ഇതിപ്പോൾ ഇതിനകത്ത് ബാറ്ററി എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആണ്. ഇതിനെക്കാട്ടും കുറച്ച് വലിയ ബാറ്ററി നമുക്കൊരു 3000-4000 mAh എല്ലാം വേണമെങ്കിൽ കുത്തിക്കയറ്റാം. പക്ഷേ ഈ റിസീവർ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിട്ട് എത്ര വലിയ ബാറ്ററി ഇടും. നമ്മളെ വണ്ടി 3Sന്റെ അകത്ത് ഓടും, നോട്ട് ദാറ്റ് പോയിന്റ്. പിന്നെ നമ്മളെ വണ്ടീൻ്റെ അകത്തേക്കുള്ള ഇലക്ട്രോണിക്സിന്റെ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ വണ്ടീൻ്റെ അകത്ത് പറയാം. ഇതാണ് നമ്മളെ റിമോട്ടിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സ്ഥിരം കാണുന്ന പരിപാടികളില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റിയറിങ്,
ത്രോട്ടില്, സ്റ്റിയറിംഗ് ഡ്രൈവ്, ത്രോട്ടിൽ ഡ്രൈവ്, സ്റ്റിയറിംഗ് റേഷ്യോ, ത്രോട്ടിൽ റേഷ്യോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ വണ്ടിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്തല്ല. പിന്നെ ലൈറ്റിന്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ചാനൽ ബട്ടൺ വന്നിട്ടുണ്ട്, മുകളിലോട്ടേക്കും താഴത്തേക്കുള്ള ഏറോ മാർക്ക്. ഇത് നമ്മളെ വിഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ റിമോട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. വെരി ഗുഡ്. ഇനി നമ്മളെ വണ്ടീൻ്റെ അകത്ത് ആസ് യൂഷ്വൽ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ മെറ്റലിൽ വന്നില്ല. നമ്മൾ ലിങ്ക്, ഡ്രൈവ് ഷാഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫുള്ള് മെറ്റലിൽ വന്നില്ലേ. ആക്ച്വലി ഈ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് FOC സെൻസേർഡ് മോട്ടറും റിസീവറും ബ്രഷ്ലെസ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വണ്ടിയും വരണമെങ്കിലേ വേറെ ഇല്ല. ഫുൾ മെറ്റലാണ്. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് അധികം ആലോചിക്കൊന്നും വേണ്ട, വൺ ടൈം പർച്ചേസ്. പിന്നെ നമ്മളെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആ സാധനങ്ങൾ ഊരിക്കളയണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഊരിക്കളയാം നമുക്ക്. വണ്ടീൻ്റെ അകത്ത് ചാർജർ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമ്മളെ കുരിശ് പോലത്തെ സ്പാൻഡർ, പിന്നെ 2 LNG ഇതെല്ലാം പെട്ടീൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ പാർട്സ് എല്ലാം നിങ്ങൾക്ക് ഈ വണ്ടി ഊരിക്കളയാനുള്ള എല്ലാ സാധനങ്ങളും MJX കൊടുത്തിട്ടുണ്ട്. കുരിശ് പോലത്തെ സ്പാൻഡർ, LNG, ചാർജർ, സ്ക്രൂ ഡ്രൈവർ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബാഷേഴ്സിൽ മാത്രം കണ്ടുവരുന്ന സാധനമാണ് വണ്ടീനകത്ത് എക്സ്ട്രാ ടയർ കൊടുക്കല്. MJX H12Y+ന്റെ കൂടെ 4 എക്സ്ട്രാ ടയർ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ കിട്ടും. ഓൾറെഡി ഉള്ളത് ഒരു വെള്ള ക്രോം റിം ആട്ടാ. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക്. കുറെ ആൾക്കാർക്ക് ഈ വെള്ള കളർ റിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ തന്നെയുണ്ട്. അത് ആക്ച്വലി ഭയങ്കര അടിപൊളി സംഭവമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടയർ മാറ്റി കളിയാം. ഒരേ ടയർ തന്നെ കുറേ നാൾ ഓടിക്കുമ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ ടയർ കയറും. അപ്പം ഒരു സ്പെയർ വീൽ ബാക്കിലും കൊടുത്തിട്ടുണ്ട്, 4 എക്സ്ട്രാ വീൽസും കൊടുത്തിട്ടുണ്ട്. വേറെ ഏത് കമ്പനി തരും ഇതല്ലോ. പിന്നെ വണ്ടീൻ്റെ അകത്ത് 4 സെറ്റ് സ്പ്രിങ് വന്നിട്ടുണ്ട് കേട്ടോ, കറുപ്പും വെള്ളയും. ഇത് ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു പവറിൻ്റെ എല്ലാം വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കി ഇടാം. വണ്ടീൻ്റെ അകത്ത് ഓൾറെഡി സ്പ്രിങ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഒരു 2 സെറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ പെട്ടീൻ്റെ അകത്ത് പറയാനായിട്ട്. ഇനി നമുക്ക് വണ്ടി ഓണാക്കാം. വണ്ടി നോർമലി നമ്മളിവിടെ പ്ലഗ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് അടയ്ക്കുക. പിന്നെ എന്തിനാ തുറന്ന് അടിയിലൊരു സ്വിച്ച് കണ്ടാ കൊടുത്തു. ഇത് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാഡി ഓണോക്കെ, വണ്ടി ഓണായി. റിമോട്ടിൻ്റെ അകത്ത് ഈ ഒരു സ്വിച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ റിമോട്ട് ഓണായി. സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ സ്മൂത്ത്. ഇവിടെ ഒബ്സ്റ്റക്കിൾസ് ഇവിടെ. ഈ FOC ഉള്ള വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ത്രോട്ടിലാതെ കൊടുക്കുന്ന ആ ത്രോട്ടിൽ വണ്ടി അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുമ്പിൽ വരുന്ന എല്ലാ സാധനങ്ങളും കയറി അങ്ങ് പോകും. മനസ്സിലായി? നമ്മൾ നോർമലി ഉള്ള ക്രൗളേഴ്സ്, നോർമൽ ബ്രഷ്ഡ് FOC ഒന്നും ഇല്ലാത്ത ക്രൗളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ത്രോട്ടിലിൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടുകയാണെങ്കിൽ അവിടെ നിൽക്കും. പക്ഷേ എങ്കിൽ ബ്രഷ്ലെസ് മോട്ടേഴ്സ് അതുപോലെ FOC ഉള്ള ഈ വണ്ടി നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിൽ എത്രയാണോ ആ ത്രോട്ടിൽ തന്നെ മുമ്പിൽ വരുന്ന ഒബ്സ്റ്റിക്കിൾസ് ഫുള്ള് കയറി പോകും. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വണ്ടീൻ്റെ ത്രോട്ടിലിൻ്റെ ട്രിമ്മ് കൂട്ടുന്നട്ടാ. ഓക്കെ, നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഈ വണ്ടീനെ കയറി പോന്ന് നോക്കിയേ. ഇതൊന്നൊരു വിഷയമല്ല. ഇതാ കയറി അങ്ങ് പോയിക്കോളൂ. എത്ര വലിയ സാധനമാണെങ്കിലും ഈ വണ്ടിക്ക് കയറാൻ പറ്റുന്നതാണെങ്കിൽ ഇത് കയറിയിരിക്കും. പവറിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയും വണ്ടിക്കില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ത്രോട്ടിൽ തന്നെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ ഒബ്സ്റ്റിക്കിൾസിന്റെ മുകളിലോട്ടും കിട്ടില്ലാൻ പോലെ ഞാൻ കയറിപ്പോകും. ഇതിപ്പം ബമ്പറിലോട്ട് പോകില്ല കേട്ടാ. ബമ്പറില്ല. ഇനി അപ്പുറത്ത് പോകില്ല കേട്ടോ. ഇവിടെ തട്ടി. അത്രേ ഉള്ളു. വണ്ടീൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റും പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ. ഇതാണ് ലൈറ്റ് മോഡ്സ് കേട്ടാ. ഫസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കും, പിന്നെ ഓഫായി. ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ കത്തി നിൽക്കും, ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്ത് കളിക്കും. പിന്നെ റൈറ്റിലേക്ക് കളക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇല്ലേ, പിന്നെ നമ്മളെ വണ്ടി വളക്കുന്നതിന് അനുസരിച്ചിട്ട് അതുപോലെ ഇൻഡിക്കേറ്ററും പരിപാടികളും ഉണ്ട്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ വണ്ടീൻ്റെ അകത്ത് മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമായിട്ടാണ്.
നമ്മളെ ഫോണിൻ്റെ അകത്ത് ആംഗ്രി സ്നെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്താന്ന് ഇതിലൂട്ടിയാണ് നമ്മളെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യും. വണ്ടീൻ്റെ കുറേ ട്യൂണിങ് നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഈ H12Y+ന്റെ വേറൊരു അഡ്വാൻറ്റേജ്. ആംഗ്രി സ്നെയിൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓണിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ഓൺ ആക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ പേരിവിടെ കാണിക്കും കേട്ടോ. ഇതിൽ അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഗോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കണക്റ്റ് ആവും. പിന്നെ ഒന്നും കൂടി ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ഇന്റർഫേസിലേക്ക് പോകും. ഇത് നമ്മൾ RPM മീറ്ററും പരിപാടികളിലാണ് കേട്ടോ. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിന് കണക്കായിട്ട് RPM കയറുന്നതാണ്ടോ, ത്രോട്ടിൽ കൊടുക്കുന്നതിന് കണക്കായിട്ട് ഫോർവേഡ് റിവേഴ്സ് സെറ്റിംഗ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് മാറ്റുക, സേവ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് സെൻഡ് ആവും. ഇപ്പം നമ്മളെ വണ്ടി ത്രോട്ടിൽ ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. ഇനി നമ്മൾ ഈ സെറ്റിംഗ്സ് മാറ്റുന്നു, സേവ് കൊടുത്ത് ഇനി ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ആവും, പിന്നെ ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. ഫോർവേഡ്, ബ്രേക്ക്, റിവേഴ്സ്, ആ സെറ്റിംഗ്സ് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡ്രാഗ് ബ്രേക്ക് ഇപ്പോൾ 100% ഡ്രാഗ് ബ്രേക്കിലുള്ളത്. H12Y അകത്തും നമ്മൾ H12Yയും H12P എല്ലാം ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് ഒരു 60% ഡ്രാഗ് ബ്രേക്കിലാണ് വരുന്നത്. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ ഈ വണ്ടീൻ്റെ അകത്ത് നമുക്ക് ഡ്രാഗ് ബ്രേക്കും കാര്യങ്ങളിലും ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം കറന്റ് 100 പക്ക ക്രൗളിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 100 ഇട്ടുള്ളത്. ഇനി നമ്മളിത് മാറ്റി 0 ഇടുന്ന് അപ്ലൈ കൊടുക്കുക, സേവ്. ഇനി നമ്മളെ ടയർ നമുക്ക് ഇങ്ങനെ കൈനെ കൊണ്ട് കറക്കാം. ഇത് നമുക്ക് വണ്ടി സ്പീഡിലെല്ലാം ഓടിക്കണമെങ്കിൽ ഈ 0 ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഓടും. അതുപോലെ നമ്മൾ സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കമ്പോണൻസിന് അധികം ഡാമേജ് വരില്ല. കാരണം വണ്ടി ഫുള്ള് ലൂസായിട്ടാണുള്ളത്. ഇപ്പോൾ ഇൻ്റലിജൻറ്റ് ഡ്രാഗ് ബ്രേക്ക് ആക്സിലറേഷൻ, മാക്സിമം ബ്രേക്ക് ഫോഴ്സ്, ന്യൂട്രൽ റേഞ്ച്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വണ്ടീനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ത്രോട്ടിലിന്റെ പഞ്ച് റേറ്റും കാര്യങ്ങളിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 6 അത് നമുക്ക് 8 വരെയൊക്കെ ഇടാൻ പറ്റും. അതുപോലെ നമ്മളെ അതിൻ്റെ അകത്തുള്ളത് 2S ബാറ്ററി ആണോ 3S ബാറ്ററി ആണോ എന്നുള്ളതെല്ലാം ഇതിനകത്ത് കൊടുക്കാം. നോർമലി ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. പിന്നെ നമ്മളെ വോൾട്ടേജിന്റെ കട്ട് ഓഫ്, ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജിലേക്കൊക്കെ പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആകാൻ വേണ്ടിയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പരിപാടി നമ്മളെ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വണ്ടീനെ പറ്റി പറയാനായിട്ട് നമ്മളെ വണ്ടീൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 23,000 ആ റേഞ്ചിലാണ് ഈ ഒരു വണ്ടീൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഓസി ടോയ്സ് ആട്ടാ. വണ്ടീൻ്റെ ബോഡിയും കാര്യങ്ങളിലും ഫുള്ള് മെറ്റലാട്ടാ. ബോണറ്റ്, അതുപോലെ സൈഡ് പാനല്, ടോപ്പ് പാനല് ഫുൾ മെറ്റലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ആയിട്ട് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളുണ്ട്. ഈ ഒരു പോർഷൻസ് ഒക്കെ പ്ലാസ്റ്റിക്കാണ്. ബാക്കി അത്യാവശ്യം വണ്ടീൻ്റെ അകത്ത് ഫുൾ സാധനങ്ങളും മെറ്റലിലാണ് വന്നിട്ടുള്ളത്. ഈ റോൾ കേജ് പ്ലാസ്റ്റിക് ആട്ടാ. ബാക്കി അത്യാവശ്യം എല്ലാം മെറ്റലിലാണ് വന്നിട്ടുള്ളത്. ബമ്പർ പ്ലാസ്റ്റിക് ആട്ടാ. ബാക്കി വണ്ടീൻ്റെ അകത്ത് എല്ലാം മെറ്റലിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ടൈമില് നമ്മളെ MJXന്റെ H12P ഉണ്ട്, നമ്മളെ ബ്രോങ്കോ. ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതിന് കണക്കായിട്ട് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടില്ല അന്ന് H12P വാങ്ങണോ H12Y+ വാങ്ങണോ എന്നുള്ളത്. ആക്ച്വലി ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. നമ്മളെ ബ്രോങ്കോ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഈ ഒരു ലുക്ക് ഒരു രക്ഷയില്ല, വിഷ്വൽ ലുക്കാണ്. നമ്മളെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ H12Y+ വാങ്ങുക. അതുപോലെ നിങ്ങൾക്ക് ലുക്ക് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ H12P വാങ്ങുക. ഈ വണ്ടീൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ഷൻ, അതുപോലെ FOC സെൻസേർഡ് മോട്ടർ, FOC സെൻസേർഡ് റിസീവർ, FOC സെൻസേർഡ് ESC എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്രഷ്ലെസ് മോട്ടർ, ബ്രഷ്ലെസ് ESC ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് തോന്നൂല. സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ കൺട്രോൾസും ഫംഗ്ഷൻസ് ഇതിനുണ്ട്, പെർഫോമൻസും രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രൈസ് നോക്കുകയാണെങ്കിലും 1,000-2,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ തമ്മിൽ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വണ്ടീനെ പറ്റി പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.